മെട്രിക്സിലെ പാർട്ട് 6 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 6 തുടങ്ങുന്നതിന് മുമ്പ് പാർട്ട് 5 പഠിച്ച കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്തുവാന്ന് പറഞ്ഞു, റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ ഒരു 4 പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി വെച്ച് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. പിന്നെ സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സസും എന്തുവാന്ന് പറഞ്ഞു. സിമെട്രിക് മെട്രിക്സസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു എ, സ്ക്യൂഡ് സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു മൈനസ് എ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി തന്നെ വെച്ചേക്കുക. സിമെട്രിക് മെട്രിക്സസ് എന്ന് പറയുമ്പം എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു എ തന്നെ കിട്ടും. സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു മൈനസ് എ. അപ്പോൾ ആ ഒരു കേസ് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഞാൻ പറഞ്ഞു അത് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. സിമെട്രിക് മെട്രിക്സസ് കണ്ടാൽ എങ്ങനെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു സിമെട്രിക് മെട്രിക്സസിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അറിഞ്ഞുകൂടെങ്കിൽ ആ പാർട്ട് ഒന്നുകൂടെ കണ്ടതിന് ശേഷം എഴുതുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്കിപ്പ് ചെയ്തൊരു തിയറം ഉണ്ട്, അത് ഓർത്ത് വെക്കുക. ഇത് ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, ടെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കാം. ഞാൻ പേജ് നമ്പർ ഒന്ന് നോക്കട്ടെ. ഓക്കെ, പേജ് നമ്പർ 86 ഉള്ളത്. അപ്പോൾ അത് ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. അതിൽ തിയറം 2 ആണ് എഴുതിയിരിക്കുന്നത്, തിയറം 1 ഞാൻ എഴുതിയിട്ടില്ല. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ഇപ്പോൾ ഈ ഞാൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നോട്ട്സ് ആയിട്ടങ്ങ് എഴുതി വെക്കുക. ഫോർ എനി മെട്രിക്സ് എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമ്മട്രിക്. എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമ്മട്രിക് മെട്രിക്സ്. അതായത് ഏതെങ്കിലും ഒരു മെട്രിക്സ് എ ആണെങ്കിൽ അതിൻ്റെ എ പ്ലസ് എ ട്രാൻസ്പോസ് എടുക്കുകയാണെങ്കിൽ അത് സിമ്മട്രിക് മെട്രിക്സ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഫോർ എനി മെട്രിക്സ് എ പ്ലസ് എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു സിമെട്രിക്. അങ്ങനെയാണെങ്കിൽ ഫോർ എനി മെട്രിക്സ് എ മൈനസ് എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു ട്രാൻസ്പോസ് എന്നുള്ളതാണ് എ മൈനസ് എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു സ്ക്യൂ സിമെട്രിക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ എഴുതേണ്ട എങ്ങനെയാണ്, എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ സിമെട്രിക്കും ആയിരിക്കും, എ പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്തുമായിരിക്കും, സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. അത് നോട്ടിലോട്ട് എഴുതണം, ഞാനത് എഴുതിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ട്രാൻസ്പോസ് എന്തോന്ന് അറിയണം, എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഈ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അതായത് ഏതൊരു മെട്രിക്സിനെയും ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും കൂടെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മെട്രിക്സ് എഴുതുക എ, എന്നിട്ട് എ പ്ലസ് എ ട്രാൻസ്പോസ് എടുത്തിട്ട് അതിൻ്റെ ഹാഫ് എടുക്കുക, പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് എടുക്കുക, അതിൻ്റെ ഹാഫ് എടുക്കുക, കൂട്ടുമ്പോൾ എന്ത് തന്നെ കിട്ടും, ആ മെട്രിക്സ് തന്നെ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ആ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഞാൻ പറഞ്ഞു തരുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, തിയറം 1 പറയുന്നത് എ പ്ലസ് എ ട്രാൻസ്പോസ്, ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും കൂടെ ആഡ് ചെയ്താൽ അത് സിമെട്രിക് ആയിരിക്കും. എ മൈനസ് എ ട്രാൻസ്പോസ്, എയും അതിൻ്റെ ട്രാൻസ്പോസും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ അത് സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. ഓക്കെ, അതാണ്. അത് ഏത് മെട്രിക്സ്, ഇപ്പം മെട്രിക്സ് ബി എടുക്കുകയാണെങ്കിൽ ബി പ്ലസ് ബി ട്രാൻസ്പോസ് സിമെട്രിക്കും, ബി മൈനസ് ബി ട്രാൻസ്പോസ് എന്തായിരിക്കും, സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. ഇനി ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു എ കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ. ഏതൊരു മെട്രിക്സിനെയും നമുക്ക് സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാം. ക്ലിയർ ആണോ? അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു മെട്രിക്സ് തരും, എന്നിട്ട് പറയും എക്സ്പ്രസ് ദിസ് മെട്രിക്സസ് ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയും. അപ്പം അവിടെ വണ്ടർ അടിച്ചിരിക്കരുത്. ആ തരുന്ന മെട്രിക്സിനെ 7 എടുക്കുക, എന്നിട്ട് അതിനെ എ ട്രാൻസ്പോസോട്ട് ആഡ് ചെയ്യുക, ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് ആ മെട്രിക്സിനെ എ ട്രാൻസ്പോസോട്ട് സബ്ട്രാക്ട് ചെയ്യുക, ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്രസ് ദ മെട്രിക്സ് ബി ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബീനെ സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആക്കണം. ബിയുടെ സിമെട്രിക് ഏതാണെന്ന് പറയാമോ? ബി പ്ലസ് ബി ട്രാൻസ്പോസ് ആണ് സിമെട്രിക്. ബിയുടെ സ്ക്യൂ സിമെട്രിക് ഏതായിരിക്കും? ബി മൈനസ് ബി ട്രാൻസ്പോസ്. സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും എന്താണെന്ന് ഓൾറെഡി അറിഞ്ഞിരിക്കണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം ബി ഉണ്ട്, ഇനി ബി ട്രാൻസ്പോസ് എടുക്കാം. ബി ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഈ റോയിങ് എടുത്ത് തിരിച്ചെഴുതിയാൽ മതി, ഈ സെക്കൻഡ് റോ എടുത്ത് തിരിച്ചെഴുതിയാൽ മതി, അങ്ങനെ. ഓക്കെ, ബി ട്രാൻസ്പോസ് കിട്ടി.
എന്നിട്ട് നമ്മൾ ഈ ഹാഫ് എടുക്കുന്നത് ഈ രണ്ട് ഹാഫും കൂടെ ചേരുമ്പം ആ ഫുള്ള് ബി കിട്ടാനായിട്ടാണ്. സോ ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഹാഫ് ഇട്ടു, ആദ്യം ദാ ഈ ബി ഇങ്ങോട്ട് എടുത്തെഴുതി, ബി ട്രാൻസ്പോസ് ദാ ഇവിടെ ഉണ്ട് അതും എടുത്തെഴുതി. സോറി അതായിട്ട് ആഡ് ചെയ്തു. അത് ആഡ് ചെയ്യാൻ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെ. ഇത് ഇപ്പം വളരെ സിമ്പിളായിട്ട് ഞാനങ്ങ് ചെയ്തേക്കുവാണ്. നോക്കാം. ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ്, ഹാഫ് അവിടെ കിടന്നോട്ടെ. ബിയുടെ ഫസ്റ്റ് ടൈം എന്താ 2, ഇവിടുത്തെ ഫസ്റ്റ് ടൈം എത്ര 2, 2 + 2 എത്ര 4, 4/2 എത്ര 2 വരും. അപ്പം ഞാൻ ഹാഫ് ഇട്ടു, പിന്നെ ഇത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്തേക്കാം. 2 + 2 എന്ത് വരും 4, -2 + -1 -3 വന്നു, 4 -4 + 1 എത്ര -3. അപ്പം ബിയും ബി ട്രാൻസ്പോസും കൂടെ ആഡ് ചെയ്താണ് ഇത് എഴുതിയേക്കുന്നത്. ഇതെന്താണ് ഹാഫ് കൊണ്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ആൻസർ കിട്ടി. അതായത് ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ്. ഓക്കെ, ബി പ്ലസ് ബി ട്രാൻസ്പോസ് കണ്ടിട്ട് ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കും. ഇനി അടുത്ത എന്താണ്? ഓക്കെ, അത് പിന്നെ ഒന്നുമില്ല, പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. അതിനെ പി എന്ന് എഴുതി. അതായത് ഈ മെട്രിക്സിൻ്റെ പറയുന്ന പേരാണ് സിമെട്രിക് മെട്രിക്സസ്. അതായത് ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ് എപ്പോഴും എന്തായിരിക്കും കിട്ടുന്ന ആൻസർ ഇതാണ്, അല്ലെങ്കിൽ ഇതാണ്. ഇതെന്തായിരിക്കും? സിമെട്രിക് മെട്രിക്സസ് ആയിരിക്കും എന്ന് എഴുതണം. ഓക്കെ, ഇനി അടുത്ത ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അടുത്തത്, അപ്പോൾ ഈ നേരത്തെ കിട്ടിയതിനെ പി എന്നിട്ട് എടുക്കാൻ മറക്കാതിരിക്കുക. അടുത്ത കിട്ടുന്നത് ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസ്. അതായത് ബിയിൽ നിന്നും ബി ട്രാൻസ്പോസ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ ഇത് അറിയാമല്ലോ, ഈ മെട്രിക്സിൽ നിന്ന് ഇത് എന്ത് ചെയ്യണം? കുറയ്ക്കണം. 2 - 2 എന്ത് വരും? 0. അങ്ങനെ ഓരോ എലമെൻറ്റ്സ് കുറച്ചിട്ട് ഹാഫ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓരോ എലിമെൻറ്റ്സ് കുറച്ചതിന് ശേഷം ഹാഫ് ഇട്ട് കൊടുക്കുക. ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ അത് കിട്ടും. ബി പ്ലസ് ബി ട്രാൻസ്പോസും കിട്ടും ഇവിടെ. ഓക്കെ, സോറി, ബി മൈനസ് ബി ട്രാൻസ്പോസും ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഇനി ഈ രണ്ട് മെട്രിക്സസും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഏത്? പിയും ക്യൂവും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് നമ്മുടെ പഴയ എ തന്നെ കിട്ടും. അതാണ് ഇത് സംഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ് എന്നുള്ളത് ഈ കിട്ടിയേക്കുന്ന മെട്രിക്സ് സിമെട്രിക്കും ആയിരിക്കും. ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ മെട്രിക്സസ് സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. ക്ലിയർ ആയോ? എന്നിട്ട് ഈ രണ്ട് പേരെയും കൂടെ ഇവരെയും കൂടെ എടുത്ത് ആഡ് ചെയ്താൽ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് കിട്ടും? ബി തന്നെ കിട്ടും എന്നുള്ളതാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി. ക്ലിയർ ആയോ? അപ്പം ബി മൈനസ് ബി ട്രാൻസ്പോസ് ഒക്കെ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് സെക്ഷനിൽ തീർക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്താണ് എക്സസൈസ് 3.3. അപ്പോൾ നിങ്ങളോട് ഞാൻ ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ്? ഇതാണ്ട് ഇതൊരു മെട്രിക്സ്, അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പം ഇതിൻ്റെ എന്തുവാ, ഇതിപ്പോൾ ഒരു കോളേ ഉള്ളൂ. അപ്പോൾ അതെടുത്ത് റോ ആയിട്ടങ്ങ് എഴുതിയാൽ മതി. ഇതിൻ്റെ കോളം എടുത്ത് റോ ആക്കണം, ഇത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ചെയ്തതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? അതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എയും ബിയും ഉണ്ട്. A+B ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ്, A-B ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് മൈനസ് B ട്രാൻസ്പോസ് ചെയ്തേക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഹോംവർക്ക് വന്നതാണ്. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വെരിഫൈ ദാറ്റ് A+B ദ ട്രാൻസ്പോസ്. ഇതൊക്കെ നമ്മൾ ചെയ്ത കാറ്റഗറിയാണ് എക്സാമ്പിൾ. അതൊക്കെ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ടോ? A ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -2 3 1 2 ദെൻ ഷോ ദാറ്റ്. അതും ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. ഫിഫ്ത്ത്, സിക്സ്ത്ത്, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എനിക്ക് പറയാനുള്ളത് അതാണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. അതായത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് മെട്രിക്സ് എ ഈസ് സിമ്മട്രിക്. അത് സംഭവം സിമ്പിളാവുന്നു, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അതായത് എക്സസൈസ് ഇത് ഏതാണ്? എക്സസൈസ് 3.3 ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഹോംവർക്ക് വന്നതാണ്, അതൊന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിന് നമുക്ക് ഷോ ചെയ്യണം അത് സിമ്മട്രിക് ആണെന്ന് തെളിയിക്കണം. സിമ്മട്രിക് ആണെന്ന് തെളിയിക്കുക ഇത്രയേ ഉള്ളൂ. A+A ട്രാൻസ്പോസ് എ എന്ന് തെളിയിച്ചാൽ മതി. സോ ദെർഫോർ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം എ എഴുതും, അതിൻ്റെ A ട്രാൻസ്പോസ് എഴുതും, എന്നിട്ട് A ട്രാൻസ്പോസ് ഇസിക്കൽ A+A ട്രാൻസ്പോസ് അല്ല, A ട്രാൻസ്പോസ് ഇസിക്കൽ ടു എന്ന് തെളിയിച്ചാൽ മതി. സോ A എടുത്തു, A ട്രാൻസ്പോസ് എടുത്തു, A ട്രാൻസ്പോസ് ഇസിക്കൽ ടു A. അങ്ങനെയാണെങ്കിൽ എന്തെന്ന് പറയാം? സിമെട്രിക്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണല്ലോ. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ വീണ്ടും ആ മെട്രിക്സ് തന്നെ കിട്ടുവാണെങ്കിൽ എന്താണത്?
സിമെട്രിക് മെട്രിക്സ്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ മെട്രിക്സ് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് എന്താണ്. അത് നോക്കേ, ഡയഗണൽ എലമെൻറ്റ്സ് നമ്മൾ നോക്കണ്ട, സിമെട്രിക്കിന് 0 ആണോ നോക്കണ്ട. പിന്നെ ഏതാണ്ട് ഈ -1 -1 5 5 1 1 കണ്ട. അപ്പോൾ അതെന്താണ്, സിമെട്രിക് ആണ്. ഓക്കെ, പ്രൂവ് ചെയ്യാൻ പറയുമ്പം എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു എന്ന് തെളിയിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ എന്താണ്, ഷോ ദാറ്റ് അടുത്ത മെട്രിക്സ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്ക്യൂ സിമെട്രിക്. അത് കാണുമ്പോൾ തന്നെ അറിയാം സ്ക്യൂ സിമെട്രിക് ആണത്. കാര്യം നോക്കേ, ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആണ് സ്ക്യൂ സിമെട്രിക്കിന്. പിന്നെ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ -1, ഇവിടെ എന്തുവാ +1, ഇവിടെ +1, ഇവിടെ -1. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ മുകളിലുള്ളതിൻ്റെ ഇങ്ങനെയുള്ള ഒരു ലൈൻ എടുക്കുവാണെങ്കിൽ ഓപ്പോസിറ്റ് സൈൻസ് ആയിരിക്കണം, നമ്പേഴ്സ് സെയിം ആയിരിക്കണം, ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കണം, എന്നാൽ അത് സ്ക്യൂ സിമെട്രിക്കാണ്. പിന്നെ അത് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു -a എന്ന് കിട്ടും. അതൊന്നുമില്ല, എ എടുത്ത് എഴുതി വെച്ചു. എ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് എന്ത് വരും, -a എന്ന് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എയിനെ ഒരു -1 കൊണ്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ എ ട്രാൻസ്പോസ് കിട്ടത്തുള്ളൂ. 0 0. ഓക്കെ, 1ൻ്റെ നെഗറ്റീവാണ് ഇപ്പുറത്ത് കിടക്കുന്നത്, -1ൻ്റെ നെഗറ്റീവാണ് ഇപ്പുറത്ത് കിടക്കുന്നത്. -1ൻ്റെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ +1 കിട്ടത്തുള്ളൂ. അങ്ങനെ ഈ എയുടെ ഓരോ ടേംസിനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ എ ട്രാൻസ്പോസ് കിട്ടത്തുള്ളൂ. ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു -a. സോ ദാറ്റ് ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പം സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി ഓർത്തിരിക്കണം. സിമെട്രിക്കിൽ എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു എ, സ്ക്യൂ സിമെട്രിക്കിൽ എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു -a. എന്നിട്ട് ഇതാണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, 9th ആണോ 8th ഉണ്ടോ, 8th. ഫോർ ദ മെട്രിക്സ് എ വെരിഫൈ ദാറ്റ്, വെരിഫൈ ചെയ്യാനൊന്നുമില്ല, അങ്ങനെ തന്നെയാണ്. A+A ട്രാൻസ്പോസ് സിമെട്രിക്ക് തന്നെയാണ്, ഡൗട്ടില്ല. അത് നമ്മൾ തിയറം 1 ഞാൻ പറഞ്ഞ എഴുതാനായിട്ട്. അത് കണക്ക് തന്നെ A- ട്രാൻസ്പോസ് എന്തായിരിക്കും, സ്ക്യൂ സിമെട്രിക് ആയിരിക്കും, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഒരു മെട്രിക്സ് എ ഉണ്ട്, വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രം മതി, വേറൊന്നുമില്ല, അതങ്ങനെയാണ്. അപ്പം A+A ട്രാൻസ്പോസ് എപ്പോഴും സിമെട്രിക്കും A- ട്രാൻസ്പോസ് എപ്പോഴും എന്തുമായിരിക്കും, സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ട്, ഞാൻ അയച്ചിട്ടുമുണ്ട് നോട്ട്സ്. അപ്പോൾ നിങ്ങളത് ഇന്നലത്തെ നോട്ട്സിനകത്ത് കിടപ്പുണ്ട്, എക്സസൈസ് 3.3. അപ്പോൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം അടുത്ത ലൈവ് സെക്ഷൻ ഇപ്പോൾ തന്നെ വെക്കും, അതിനുശേഷം എൻ്റെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നോക്കേ, ആദ്യം നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ആദ്യം മെട്രിക്സ് എ എടുത്തു. അപ്പം A+A ട്രാൻസ്പോസ്, അപ്പം എ ഉണ്ട്, എ ട്രാൻസ്പോസ് എഴുതി, അപ്പം എയും എഴുതി എ ട്രാൻസ്പോസ് എഴുതി, എന്നിട്ട് അത് ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പം എന്ത് വന്നു, 2 11 11 14. ഓക്കെ, ഇത് ട്രാൻസ്പോസ് അല്ല, സിമെട്രിക് അല്ലേ. അണ്ടേ, ഈ എലമെൻറ്റ്സ് രണ്ടും ഈക്വൽ അല്ലേ, സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ഇതെന്താണ്, A+A ട്രാൻസ്പോസ് എന്താണ്, സിമെട്രിക്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാം. ഈ കിട്ടിയ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് തന്നെ കിട്ടും. കാര്യം 2 11 11 14, കൺഫ്യൂഷൻ വരരുതാർക്കും. ഒരു മെട്രിക്സ് ഉണ്ട് എ, അതിൻ്റെ A+A ട്രാൻസ്പോസ് എന്തായിരിക്കും, സിമെട്രിക്ക്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇത് കണ്ടുപിടിക്കണം, A+A ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ഇതാണ് A+A ട്രാൻസ്പോസ്. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ അത് തന്നെ കിട്ടും, അതുകൊണ്ടാണ് പറഞ്ഞത് അത് സിമെട്രിക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ സാധനം ഇതാണ് A+A ട്രാൻസ്പോസ്. ഇതിനെ എങ്ങനെയൊക്കെ എഴുതിയാലും തിരിച്ച് ആ മെട്രിക്സ് തന്നെ വരും. സോ അതിനെ P എന്ന് എടുത്തു, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് തന്നെ കിട്ടും. ദെയർഫോർ A+A ട്രാൻസ്പോസ് ഈസ് സിമെട്രിക്. അതുകൊണ്ട് എ ഈസ് സിമെട്രിക് എന്ന് എഴുതി വെക്കരുത്, A+A ട്രാൻസ്പോസ് എന്ന് കിട്ടുന്ന ആൻസറാണ് സിമെട്രിക്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്താലും സെയിം തന്നെ കിട്ടും, അതാണ് സിമെട്രിക്. ഓക്കെ, സോ നമുക്ക് ഇത് കാണും പറഞ്ഞൂടെ, 2 11 11 14, ഈ രണ്ട് എലമെൻറ്റ്സ് ഈക്വൽ ആയതുകൊണ്ട് അതെന്താണ്, സിമെട്രിക് ആണ്. ഇനി A- ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് എന്ന് തെളിയിക്കാം. ആദ്യം എയിന്ന് എ ട്രാൻസ്പോസ് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എ ട്രാൻസ്പോസ് കുറയ്ക്കുമ്പോൾ എങ്ങനെ കിട്ടും. ഇത് സ്ക്യൂ സിമെട്രിക് ആണ്. കാര്യം എന്തുവാ, ഈ എലമെൻറ്റ്സ് രണ്ടും 0, മേൾ -1, താഴെ എന്തോ 1, ഓപ്പോസിറ്റ് സൈൻ. സോ ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ, ഇതിനെ ക്യൂ എന്ന് എടുത്തതിന് ശേഷം ഈ കിട്ടിയ ആൻസറിനെ ക്യൂ എന്ന് എടുത്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കണം. ആ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നെഗറ്റീവ് കിട്ടും. അതായത് ഇവിടെ 0, ഇവിടെ 0, ഇവിടെ -1, ഇവിടെ എന്തോ +1 1 -1. അതായത് നമ്മൾ എയിനെ എ ട്രാൻസ്പോസ് കുറച്ച് കിട്ടുന്ന ആൻസറിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പം അതിൻ്റെ നെഗറ്റീവാണ് കിട്ടുന്നത്. സോ A- ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഈ ആൻസർ എന്താണ്, സ്ക്യൂ സിമെട്രിക് ആണ്. ഓക്കെ, ഞാൻ നേരത്തെ ഇത് പറഞ്ഞതാണ്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ലൈവ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ ഒരു കേസുണ്ട്,
എ ട്രാൻസ്പോസ് എ ആണ്, എ മൈനസ് എ ട്രാൻസ്പോസ് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക്കും എ മൈനസ് എ ട്രാൻസ്പോസ് ക്യൂ സിമെട്രിക്കുമാണ്. പക്ഷേ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഒരിക്കലും എ കിട്ടത്തില്ല. അതുകൊണ്ട് ഇത് ഓർത്ത് വെച്ചോണം. നമ്മൾ നേരത്തെ പറഞ്ഞതാ എന്തുവാ, എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ തിരിച്ച് കിട്ടണമെങ്കിൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസിക്കൽ ടു എ ഈസിക്കൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ആ ഫോമിൽ എഴുതി വെച്ചേക്കണം. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ആൻഡ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പോൾ അത് രണ്ടായിട്ട് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അതായത് എ പ്ലസ് എ ട്രാൻസ്പോസ് എടുത്തിട്ട് അതിൻ്റെ ഹാഫ് എടുക്കണം. ഓക്കെ, അതുകൊണ്ട് എ എഴുതി, എ ട്രാൻസ്പോസ് എഴുതി, അത് തന്നെ കൂട്ടിയതിന് ശേഷം ഹാഫ് എടുക്കണം. അതായത് ഇവിടെ കൂട്ടുന്നുണ്ട്, അതിൻ്റെ ഹാഫ് എടുക്കുന്നുണ്ട്. ആൻസർ എന്ത് വരും? 0 വരും. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ആൻസേഴ്സ് വിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. എക്സ്പ്രസ് ദ ഫോളോയിങ് മെട്രിക്സസ് ആസ് ദ സം ഓഫ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. നേരത്തെ ഞാൻ പറഞ്ഞതാ. അപ്പോൾ ഒരു മെട്രിക്സിനെ സിമ്മട്രിക്കിൻ്റെയും സ്ക്യൂ സിമ്മട്രിക്കിൻ്റെയും കൂടെ സമ്മാക്കി എടുക്കണമെങ്കിൽ ഏത് ഫോമിൽ ഉപയോഗിക്കണം? ആ മെട്രിക്സിനെ എ എന്ന് എടുത്തിട്ട് ദാറ്റ് ഈസ് ഇക്വൽ ടു എ ഈസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എടുക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിനെ നമ്മൾ എന്തെന്നങ്ങ് എടുക്കും? എ എന്നങ്ങ് എടുക്കും. ഓക്കെ, അതിനെ എ എന്ന് എടുത്തതിന് ശേഷം അതാ നോക്കിയേ, അതിനെ എ എന്ന് എടുത്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കും. എന്നിട്ട് എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കും. എന്നിട്ട് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കും. ഓക്കെ, അതവിടെ നിന്നു. അതിനെ നമ്മൾ പി എന്ന് എടുക്കും. ഓക്കെ, അതിനെ നമ്മൾ എന്തെന്നെടുക്കും? പി. എന്നിട്ട് അപ്പോൾ അത് സിമ്മട്രിക്, അത് നമുക്കറിയാം. ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമ്മട്രിക്, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കും, ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസും കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് സ്ക്യൂ. അതെന്താണ്? സ്ക്യൂ സിമ്മട്രിക്കാണ്. എന്നിട്ട് ഇവരെ രണ്ടുപേരും കൂട്ടുമ്പോൾ ആ മെട്രിക്സ് തന്നെ കിട്ടും. അതായത് ആദ്യം കിട്ടുന്ന മെട്രിക്സ് പി എന്ന് പറഞ്ഞാൽ സിമ്മട്രിക്കുമാണ്. രണ്ടാമത് കിട്ടുന്ന ആൻസർ ക്യൂ എന്ന് പറഞ്ഞാൽ സ്ക്യൂ സിമ്മട്രിക്കാണ്. ഇവരെ രണ്ടുപേരെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആര് തന്നെ കിട്ടുകയും ചെയ്യും? നമ്മുടെ മെട്രിക്സ് എ തന്നെ കിട്ടുകയും ചെയ്യും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നോക്കാം, കൂട്ടി നോക്കാം. ഈ രണ്ട് മെട്രിക്സ് ഞാൻ അവിടെ കൂട്ടിയിട്ടില്ല എന്ന് തോന്നുന്നല്ലേ, ഫൈൻഡ് എക്സ്പ്രസ് ചെയ്ത് കൂട്ടിയിട്ടില്ല. അവിടെ എന്തോ ഒരു പ്രോബ്ലം പറ്റി. അതായത് നിങ്ങൾ അവസാനം ഇങ്ങനെ കൂട്ടിയേക്കുക, ഇവരെയും കൂടെ തമ്മിൽ കൂട്ടിയേക്കുക. ആരെ? ഈ പീനെയും ഈ പീനെയും ഇവിടുത്തെ ഈ ക്യൂവിനെയും കൂടെ തമ്മിൽ എന്ത് ചെയ്തേക്കുക? കൂട്ടിയേക്കുക. കൂട്ടി നോക്കാം നമുക്ക്. 0യും 3യും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 3 കിട്ടും. പിന്നെ 3യും ഈ 2യും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 5 കിട്ടും. പിന്നെന്താ 3യും -2 കൂടെ കൂട്ടുമ്പോൾ 1 കിട്ടും. പിന്നെന്താ -1ഉം 0 കൂടെ കൂട്ടുമ്പോൾ -1. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ഈ ഒരു സെക്ഷനിൽ മെയിനായിട്ടും ഈ തിയറം 2 ആണ് പഠിക്കുന്നത്. ഏതൊരു മെട്രിക്സിനെയും നമ്മൾ എ എന്ന് എടുക്കുക. ആ മെട്രിക്സിനെ ഒരു സിമ്മട്രിക്കിൻ്റെയും സ്ക്യൂ സിമ്മട്രിക്കിൻ്റെയും സമ്മാക്കി എഴുതാൻ പറ്റും. അപ്പോൾ എന്താണ് സിമ്മട്രിക് എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ് സിമ്മട്രിക് എന്ന് പറയുന്നത്. ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ് സിമ്മട്രിക്. ഇനി അപ്പോൾ എന്താണ് സ്ക്യൂ സിമ്മട്രിക് എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ആണ് സ്ക്യൂ സിമ്മട്രിക്. അപ്പോൾ ഒരു മെട്രിക്സ് തന്നിട്ട് അതിനെ സിമ്മട്രിക്കിൻ്റെയും സ്ക്യൂ സിമ്മട്രിക്കിൻ്റെയും സമ്മാക്കി എഴുതാൻ നമ്മളോട് പറഞ്ഞാൽ ആ മെട്രിക്സിനെ ആദ്യം എ എന്ന് കൊടുക്കണം. എന്നിട്ട് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് വെക്കണം. അതിനാവശ്യമുണ്ടെങ്കിൽ പി എന്ന് കൊടുക്കാം. അതിനെ സിമ്മട്രിക് എന്ന് എഴുതണം. എന്നിട്ട് അടുത്തത് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്നുള്ള മെട്രിക്സ് കണ്ടുപിടിച്ച് വെക്കണം. അതിനാവശ്യമുണ്ടെങ്കിൽ ക്യൂ എന്ന് കൊടുക്കണം. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും കൂടി എടുത്ത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസിനെയും ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസിനെയും കൂടി എടുത്ത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മെട്രിക്സ് തന്നെ കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നോക്കാം. അടുത്ത സെക്ഷനിൽ നമ്മൾ എലമെൻ്ററി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞൊരു ഇതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇടുന്നില്ല, അത് ശരിയാവത്തില്ല, മൊത്തത്തിൽ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു ടോപ്പിക് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെട്രിക്സ് എന്ന് പറഞ്ഞ പോർഷൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. എക്സസൈസ് 3.3 നല്ലൊരു സെക്ഷനാണ്. അധികം കൺഫ്യൂഷൻസ് ഉണ്ടാവാത്തൊരു സെക്ഷനാണ്. അതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈവ് സെക്ഷൻ ഒരു 1 hour കഴിഞ്ഞിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.